ഇപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA ഭേദഗതി ബിൽ ഇപ്പോൾ JPCക്ക് വിട്ടിരിക്കുന്നു. സംയുക്ത പാർലമെന്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്ന വാർത്ത വരുന്നു. പ്രമേയം അവതരിപ്പിച്ച് ശബ്ദ വോട്ടിലൂടെയാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പാസാക്കിയത്. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള ബില്ലാണെന്നും അത്തരത്തിലുള്ള ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചാണ് പ്രതിപക്ഷം ഈ FCRA ഭേദഗതി ബില്ല് എതിർക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകുമ്പോഴും FCRA ഭേദഗതി ബില്ലുമായി നേരിട്ട് മുന്നോട്ട് പോകാതെ പ്രതിപക്ഷത്തിന് അല്പം വഴങ്ങി JPCക്ക് വിടാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഭരണപക്ഷം എത്തിയിരിക്കുന്നത്. JPCക്ക് വിടുന്നതിലും ഇന്ത്യ സഖ്യത്തിന് അതൃപ്തിയുണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു. ഈ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഈ ബില്ലേ അവതരിപ്പിക്കാൻ പാടില്ല എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഒടുക്കം ഇപ്പോൾ ഈ ബില്ല് JPCക്ക് വിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത FCRA നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്റ് സമിതിക്ക് വിടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരിലാണ് JPCക്ക് വിടാനുള്ള പ്രമേയമുള്ളത്. 31 അംഗ JPC 21 പേർ ലോക്സഭയിൽ നിന്നും 10 പേർ രാജ്യസഭയിൽ നിന്നുമാണ്. അങ്ങനെ ആ 31 പേരുള്ള JPCക്ക് ഈ FCRA ഭേദഗതി ബില്ല് വിട്ടിരിക്കുന്നു. അരവിന്ദ് ചേരുന്നു. അരവിന്ദ് പറയൂ. സുഹേൽ, FCRA ഭേദഗതി ബില്ല് JPCക്ക് വിട്ടിരിക്കുകയാണ്. ശബ്ദ വോട്ടോടുകൂടിയാണ് ലോക്സഭ ഇപ്പോൾ JPCക്ക് വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. KC വേണുഗോപാൽ അടക്കം ലോക്സഭയിൽ ചൂണ്ടിക്കാണിച്ചത് ബില്ല് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്ന് KC വേണുഗോപാലും അതുപോലെ തന്നെ അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചിരുന്നെങ്കിലും ആ ആവശ്യമൊന്നും കേന്ദ്ര സർക്കാർ കണക്കാക്കി എടുത്തിരുന്നില്ല. നേരത്തെ ഈ ബില്ല് ഈ പ്രമേയം അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നു. ലിസ്റ്റ് ചെയ്തിരുന്നതും അമിത്ഷായുടെ പേരിലായിരുന്നു. പക്ഷെ അമിത്ഷാ സഭയിലേക്ക് എത്താൻ കൂട്ടാക്കിയിരുന്നില്ല. പിന്നാലെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായി ആണ് ബില്ല് JPCക്ക് വിടാനുള്ള പ്രമേയം അവതരിപ്പിക്കുകയും അതിപ്പോൾ ലോക്സഭ പാസാക്കുകയും ചെയ്തത്. എന്തായാലും ശബ്ദ വോട്ടോടുകൂടിയാണ് ബില്ല് JPCക്ക് വിട്ടിരിക്കുന്നത്. 31 അംഗ JPC ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുക. 21 പേർ ലോക്സഭയിൽ നിന്നും 10 പേർ രാജ്യസഭയിൽ നിന്നും ഉണ്ടാകും. എന്തായാലും ശക്തമായ വാക്പോരിനാണ് ലോക്സഭ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത്. ബില്ല് ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ ഒരു വ്യവസ്ഥ പോലും ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല, അതിൽ ഒരു വ്യവസ്ഥയെങ്കിലും ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ അത് കാണിക്കാൻ വെല്ലുവിളിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു. എന്തായാലും FCRA നിയമ ഭേദഗതി ബില്ല് ഇപ്പോൾ JPCക്ക് വിട്ടിരിക്കുകയാണ്. അടുത്ത ഈ വിന്റർ സമ്മേളനത്തിലായിരിക്കും ഈ ബില്ല് ഇനി പരിഗണനയ്ക്ക് വരിക. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. ഉടൻ തന്നെ ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ സ്പീക്കറും ഈ JPC അംഗങ്ങൾ ആരെന്ന കാര്യത്തിൽ മുൻകാല പ്രാബല്യം ഉണ്ടാകില്ലെന്നടക്കമുള്ള ഇളവുകൾ പ്രതിപക്ഷത്തെ പ്രതിഷേധത്തിന് ഒടുക്കം ഭരണപക്ഷം ആ ബില്ലിൽ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.